യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞങ്ങൾ തൈക്കൽ സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജാൻസി, ഹസ്ബൻഡിന്റെ പേര് ജോമോൻ. യേശു ഞങ്ങളെ അത്ഭുതകരമായി മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സാക്ഷിയാണ് ഞങ്ങൾ പറയുന്നത്. 2023 ഡിസംബറിൽ ചേട്ടൻ ഇവിടെ ധ്യാനം കൂടിയതായിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇനി മദ്യപിക്കുന്ന ആളായിരുന്നു, അപ്പൊ ഇനി ഒരിക്കലും മദ്യപിക്കരുത്. മദ്യപിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ഭയങ്കര ഒരു മരണത്തിലെ ഒരു അവസ്ഥയാണ്, ഒരു വെള്ളം മൂടുന്ന അവസ്ഥയും വലിയൊരു ഹോസ്പിറ്റലും കുറെ ഡോക്ടർമാരും വലിയ ബെഡും ഒക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ മദ്യപിക്കാതിരുന്നു, അത് കാര്യമാക്കിയില്ല. പിന്നെ മദ്യപിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പനി പോലെ വന്നിരുന്നു. പനിയായിട്ട് വന്ന് ശരീരം ഇങ്ങനെ കുഴയുന്നതൊക്കെ വന്ന് ഞങ്ങൾ അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീണ്ടും ശരീരത്തിന് കുഴച്ചിൽ പോലെ ഇങ്ങനെ വന്ന് അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കുറെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവരത് ഡോക്ടറിനെ അയച്ചു കൊടുത്തിട്ട് ഡോക്ടർ തിരിച്ചാണ് ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ക്രിയാറ്റിൻ 1.2 വരെ ആവുള്ളത് 2 സംതിങ് ആയി. പിന്നെ WBC കൗണ്ട് കൂടി, സോഡിയം കുറഞ്ഞു പോയി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ഇവിടെ പറ്റത്തില്ല, ഇവിടെ അതിനുള്ള സജ്ജീകരണമൊന്നും ഇല്ല. 75% ആള് പോയിരിക്കുകയാണ്, ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം നിങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ചെന്ന് കോട്ടയത്തോട്ട് പോകുന്ന വഴിയെല്ലാം ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയത്ത് ചെന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് MCUസിലേക്ക് മാറ്റി, മെഡിക്കൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി. അവിടുന്ന് 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് വെന്റിലേറ്ററിലോട്ട് മാറ്റി. ഡോക്ടർമാർ വന്ന് പറഞ്ഞ് ഇയാള് ജീവിതത്തിലോട്ട് വരാൻ ഒരു സാധ്യതയില്ല, 99% ആള് ജീവിതത്തിലോട്ട് മരണത്തിന്റെ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളുടെ തൈക്കൽ തന്നെ ഉള്ളതാണ് ഇവിടെ വന്ന് ധ്യാനം, പിന്നെ അവിടെ നിന്ന് കുറെ ആൾക്കാരൊക്കെ ധ്യാനത്തിന് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന കലേഷനെ വിളിച്ചിട്ട് പറഞ്ഞ് ജോസ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ജോനയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഡോക്ടർ പറഞ്ഞു ഒരു 99% ആളെ കിട്ടിയില്ല എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഇവിടെ ധ്യാനം തുടങ്ങിയ സമയമായിരുന്നു. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം ജോനന് വേണ്ടി അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രദറും പ്രാർത്ഥിച്ചിട്ടും ബ്രദറിന് ഇങ്ങനെ മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് ആദ്യം കണ്ടത്. അങ്ങനെ പിന്നെ ഇവിടെ ആരാധനയുടെ സമയത്ത് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നതായിട്ട് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ട് ബ്രദർ കാണിച്ചു കൊടുത്ത ആ സമയത്ത് പിറ്റേ ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. പിന്നെ ഇവിടുന്ന് വെഞ്ചരിച്ച വെള്ളം കലേഷയുടെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ വന്ന് അങ്ങനെ ആ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം ഉപയോഗിച്ചാണ് പിന്നീടുള്ള മരുന്നൊക്കെ, ഗുളികയും ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയത്. ആ വെള്ളം കുടിച്ച് 9 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം ICUന്ന് മാറ്റി വാർഡിലോട്ടാക്കി. പക്ഷെ എങ്കിലും ഡോക്ടർമാർ ഓരോ ദിവസവും കാണാൻ വരുമ്പോഴും നമുക്ക് പ്രതീക്ഷയായിട്ട് ഇങ്ങനെ പറയുന്നില്ല, ഇയാളുടെ അവസ്ഥ വാർഡിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ, എന്നാലും വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവിടെ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം 3000 രൂപയുടെ ഇഞ്ചക്ഷൻ ആയിരുന്നു. അപ്പം അത് ഇൻഷുറൻസിൽ നമുക്ക് കിട്ടിയില്ലായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ 3 ദിവസം വാങ്ങിച്ചു. അങ്ങനെ കലേഷനെ വിളിച്ച് വീണ്ടും പറഞ്ഞ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ മരുന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസിൽ കിട്ടുകയും ബാക്കി ഒരു 10-18 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടും 5 ദിവസം വീട്ടിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ആ മരുന്ന് വരെ ഞങ്ങൾക്ക് അവിടുന്ന് ഇൻഷുറൻസിൽ നമുക്ക് കിട്ടി. പിന്നെ ശരിക്കും ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ദൈവത്തിനോട് പറയാനുള്ളത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പറഞ്ഞതുപോലെ ഇതിന്റെ കൂട്ടത്തിലുള്ള തന്നെയാണ്. പിന്നെ ബ്രദർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു വള്ളമുണ്ട്. ഞങ്ങളപ്പോ അത് 2 വർഷമായിട്ട് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അതിവിടെ ഒക്ടോബറിൽ ഇവിടെ മണ്ടേരി വന്നപ്പോൾ ബ്രദർ പറഞ്ഞ് 2 മാസത്തിനുള്ളിൽ നിന്റെ വള്ളം ഇങ്ങനെ ഇറക്കും, നിനക്ക് നല്ല പണിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് വിട്ടത്. അത് ഒക്ടോബറിൽ പറഞ്ഞ് ജനുവരിയിൽ ഞങ്ങൾ വള്ളം ഇറക്കി. ഇപ്പൊ ഇറക്കും നടക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മെച്ചപ്പെട്ട പണി ഞങ്ങൾക്കുണ്ട്. ജീവിതത്തിലേക്ക് ബ്രദർ നേരത്തെ ഇതെല്ലാം കണ്ട് പറഞ്ഞായിരുന്നു. ജീവിതത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത് യേശു ആണ്. യേശു